ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അതിനു മുമ്പായി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ കാണാവുന്നതാണ്. ഇന്ന് ഞാൻ ചെമ്മീൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ബിരിയാണി കൂടിയാണ്. ഇതിനായി ഞാൻ 1 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 മുറി ലെമൺ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ചെമ്മീൻ ഇതുപോലെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ നിന്നും ഒരു 10 ചെമ്മീൻ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് പിന്നീട് മസാലയിലിട്ട് കൊടുക്കാം. ഈ പാത്രത്തിലാണ് ഞാൻ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് വലിയ പാത്രം തന്നെ ഫ്രൈ ചെയ്യാൻ എടുത്തത്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഒരു 3 മിനിറ്റ് ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഇതേ ഓയിൽ 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം 2 ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ ഒക്കെ നന്നായി ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ ഫ്രൈ ചെയ്യാതെ മാറ്റി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മസാലയ്ക്ക് ചെമ്മീൻ്റെ നല്ലൊരു ടേസ്റ്റ് മണമൊക്കെ ഉണ്ടാകും. ഇനി ഇത് അടച്ചു വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി ഇത് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള റൈസ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ജീരകശാല അരിയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് പോലെ ചെയ്തതാണ്. ഇതിപ്പോൾ 1/4 വേവ് ആയിട്ടുണ്ട് ചോറ്. ഇനി ഇത് മസാലയിലേക്കിട്ട് സെറ്റാക്കി എടുക്കാം. ഞാൻ മസാലയിൽ ആദ്യം അല്പം ഫ്രൈ ചെയ്ത ഒനിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലായി റൈസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് നിരത്തിയിട്ട് വേണം കൊടുക്കാൻ. ഇനി അല്പം കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മഞ്ഞൾപ്പൊടി അല്പം പാലിൽ കലക്കിയെടുത്തതാണ്. കളറിന് വേണ്ടി ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത ഒനിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്ത ചെമ്മീനിൽ നിന്നും പകുതി ചെമ്മീൻ ഈ സമയം ചേർക്കാം. ഇനി അല്പം മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും റൈസ് ചേർത്ത് രണ്ടാമത്തെ ലെയർ നേരത്തെ പോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 ലെയറായിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സമയം അല്പം നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ബിരിയാണി ദം ചെയ്തെടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഫോയിൽ പേപ്പർ വെച്ച് നന്നായി ഒന്ന് കവർ ചെയ്യാം. അതിനുശേഷം അടച്ചു വെച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെക്കാം. അങ്ങനെ ഇപ്പോൾ 20 മിനിറ്റായി. ഇതൊന്ന് തുറന്നു നോക്കാം. നന്നായി ദമ്മായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ ഈ സമയം വരുന്നുണ്ട്. ഇനി ഇത് പതുക്കെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബിരിയാണി റെസിപ്പിയാണിത്.
കൂടാതെ നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും അതുകൂടാതെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ബായ്.